ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപാസനം യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദവചനത്തെ വായിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 56-ാം അധ്യായം 7-ാമത്തെ വചനം, അതിൻ്റെ ലാസ്റ്റ് ഭാഗം. യെശയ്യാവിൻ്റെ പുസ്തകം 56-ന്റെ 7-ാം വചനം, അതിൻ്റെ ലാസ്റ്റ് ഭാഗം. എൻ്റെ ആലയം സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനയാലയം എന്ന് വിളിക്കപ്പെടും. യഹോവയാം ദൈവം തൻ്റെ ദാസനായ യെശയ്യാ പ്രവാചകനിലൂടെ യഹൂദ ജനത്തോട് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനയാലയം എന്ന് വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശലോമോനിലൂടെ പണി കഴിപ്പിച്ച ആലയം അദ്ദേഹം ദൈവസനയിൽ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചതിന് ശേഷം ദർശനത്തിൽ ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷനായി, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, ഈ ആലയത്തെ എൻ്റെ നാമത്തിന് മഹത്വത്തിന് യാഗത്തിനും വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ കൃതിയും ദൃഷ്ടിയും എല്ലായ്പ്പോഴും ഈ ആലയത്തോടുള്ള ബന്ധത്തിൽ ഇരിക്കുമെന്ന് കർത്താവ് ശലോമോനോട് അരുളി ചെയ്തു. ആ കാലഘട്ടം മുതൽ ദൈവസഭ അഥവാ യെരുശലേമിലെ ആലയത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ, ദൈവ മഹത്വം കൊണ്ട് നിറഞ്ഞ അനുഭവത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കാലങ്ങൾ കഴിയാൻ തുടങ്ങിയപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം ജനത്തിന് നഷ്ടപ്പെടാൻ തുടങ്ങി. ജനത്തിൻ്റെ ജീവിതങ്ങളിൽ വലിയ അഭിവൃദ്ധിയും അനുഗ്രഹവും നന്മകളും കർത്താവ് സ്വസ്ഥതകളും നൽകി. എപ്പോഴെല്ലാം അവർക്ക് സ്വസ്ഥതയും നന്മകളും ലഭിച്ചുവോ അപ്പോഴെല്ലാം ജനം ദൈവത്തെ വിട്ട് പിന്മാറിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ യെശയ്യാവിലൂടെ വിളിച്ചു പറയുന്നതാണ്, എൻ്റെ ആലയം സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനയാലയം എന്ന് വിളിക്കപ്പെടുമെന്ന്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ മാത്രമല്ല, അല്ലെങ്കിൽ യാക്കോബിൻ്റെ 12 മക്കളിൽ നിന്ന് ഉത്ഭവിച്ച 12 ഗോത്രങ്ങളിൽ പെട്ടവർക്ക് മാത്രമല്ല, ആലയം സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനയാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞു. അതിനുശേഷം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് യിരെമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 7-11 പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെയെന്ന് തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാടുന്നു. യിരെമ്യാവിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യെരുശലേം ദേവാലയം അത് കള്ളന്മാരുടെ ഗുഹയായി മാറി. അഥവാ ആലയത്തിനകത്ത് ദൈവം വെച്ച വ്യവസ്ഥകളും ന്യായപ്രമാണങ്ങളും വിധികളും ചട്ടങ്ങളും കൽപ്പനകളും എല്ലാം ലംഘിച്ചു പുരോഹിതന്മാർ പ്രവാചകന്മാർ ഒരുമിച്ച് ദൈവഭയമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. യെഹെസ്കേലിലേക്ക് വരുമ്പോൾ യെഹെസ്കേലിൻ്റെ ഒരു പ്രാർത്ഥന, ദൈവത്തോടുള്ള ഒരു അപേക്ഷയായിരുന്നു, ഞങ്ങൾക്ക് ഇതിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? പ്രവാസത്തിലിരുന്ന യെഹെസ്കേൽ ദൈവത്തോട് ചോദിക്കുന്നത്, ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ വരാൻ കാരണമെന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തെ ആത്മാവിൽ യെരുശലേമിൽ കൊണ്ടുവന്ന് അവിടെ നടന്ന മ്ലേച്ഛതകളെ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ യിരെമ്യാവിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സർവശക്തനായ ദൈവം പറയുകയാണ്,
എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ദൈവമഹത്വം വെളിപ്പെട്ടുകൊണ്ടിരുന്ന, ദേശത്തിൽ ദൈവനാമം മഹിമപ്പെട്ടുകൊണ്ടിരുന്ന ആലയം അവസാനം അതിനകത്തുള്ള വ്യക്തിജീവിതങ്ങൾ കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ കരം പ്രതികൂലമായി മാറി. അതിനകത്തളങ്ങളിൽ ദൈവഭയമില്ലാതെ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. എന്തിനേറെ യെഹെസ്കേലിൽ പറയുന്ന ഭാഗങ്ങൾ എങ്ങനെയാണ്? ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുമ്പോൾ ഈ ആലയത്തിനകത്ത് തന്നെ പുരോഹിതന്മാർ വിഗ്രഹ ആരാധനകൾ ആരംഭിച്ചു. അതിനുവേണ്ടിയുള്ള പൂജകൾ, കർമ്മങ്ങൾ ആരംഭിച്ചു. അതിനുവേണ്ടിയുള്ള ധൂപം കാട്ടൽ ആരംഭിച്ചു. അവർ ദൈവത്തെ മറന്നു. ദൈവമഹത്വത്തെ അവർ വിട്ടുകളഞ്ഞു. യെഹെസ്കേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ആ തീക്ഷ്ണതാ ബിംബത്തെ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രയേൽ ഗ്രഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? സർവശക്തനായ ദൈവം ആലയം വിട്ടു പോകത്തക്കവണ്ണം ആലയത്തിനകത്ത് മ്ലേച്ഛതകൾ വർദ്ധിക്കാൻ തുടങ്ങി. ദൈവഭയമില്ലാത്ത പ്രവൃത്തികൾ വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് മൂപ്പന്മാർ തന്നെ അതിൻ്റെ 11-ാമത്തെ വചനത്തിൽ 8-11 കാണാൻ കഴിയും. യെഹെസ്കേലിൽ അവരുടെ മുമ്പിൽ ഇസ്രയേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പേരും ശാഫാൻ്റെ മകനായ യയസന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപമേഘത്തിൻ്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാർ ഇരുട്ടത്തിൽ ഓരോരുത്തൻ താൻ്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്ന് അരുളി ചെയ്തു. എന്ന് പറഞ്ഞ ഓരോ മൂപ്പന്മാരും അവർക്കിഷ്ടമുള്ള ദേവന്മാരുടെ അടുത്ത് നിന്ന് ധൂപം വീശുന്നതും ദൈവകോപത്തെ വർദ്ധിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവർ പറയുന്നത്, ഇത് ദൈവം കാണുന്നില്ല, ദൈവം നമ്മുടെ ദേശത്തേക്ക് വിട്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഗ്രഹ ആരാധനയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതും യെരുശലേം ദേവാലയത്തിനകത്ത്, ശലോമോനിലൂടെ പണി കഴിപ്പിച്ച ആലയത്തിനകത്ത്. യിരെമ്യാവിലൂടെ പറയപ്പെട്ടതുപോലെ, എൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഒരു കാലഘട്ടത്തിൽ ആലയം വിശുദ്ധമായിരുന്നു. ദൈവഭയത്തോടു കൂടിയ ഇടപെടലും ആരാധനയും ദൈവമഹത്വം ദൈവിക വിടുതലും അനുഭവിച്ചു. യിരെമ്യാവിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് കള്ളന്മാരുടെ ഗുഹയായി മാറി. ഹല്ലേലൂയ. ദൈവകൽപ്പനയെ ലംഘിച്ചുകൊണ്ടുള്ള ദൈവഭയമില്ലാത്ത ജീവിത അനുഭവങ്ങൾ കാണാൻ നമുക്ക് വചനത്തിലൂടെ കഴിഞ്ഞല്ലോ. ഈ കാരണത്താൽ ദൈവം ആലയത്തെ വിട്ടുപോയി. ദൈവത്തിൻ്റെ ആത്മാവ്, ആ ദൈവമഹത്വം ആലയത്തെ വിട്ടുമാറി. ആയതിനാൽ കർത്താവിൻ്റെ കോപം ഇറങ്ങി. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിച്ചതുകൊണ്ട്, ദൈവത്തെ ആരാധിക്കേണ്ടവണ്ണം ആരാധിക്കാത്തത് കൊണ്ട്, വിശുദ്ധിയോടും ദൈവകൽപ്പന അനുസരിക്കാത്തത് കൊണ്ട് ഈ ജനത്തെ കർത്താവ് ബാബിലോണിലേക്ക്, പ്രവാസത്തിലേക്ക് വിട്ടു. നെബൂഖദ്നേസർ കൂട്ടര് 3 തവണകളായിട്ട് കടന്നു വന്ന് ഈ ആലയത്തെ നശിപ്പിച്ചു. ദൈവം ഈ ആലയത്തെ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അതിനെ ഹല്ലേലൂയ അടിസ്ഥാനം വരെ ഇളക്കി മറിച്ച് അതിനെ നശിപ്പിച്ചു കളഞ്ഞു. അതിനകത്തുള്ള ആ എല്ലാ ഉപകരണങ്ങളും പാത്രങ്ങളും എല്ലാം ആ ബാബിലോണിലേക്ക് എടുത്തുകൊണ്ടുപോയി. സീനാർ ദേശത്ത് അവൻ്റെ ദേവൻ്റെ ആ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചതായിട്ട് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് 1-ാം അധ്യായത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. പറഞ്ഞത്, ശലോമോനിലൂടെ പണി കഴിപ്പിച്ച 1-ാമത്തെ ആലയം
ആരംഭത്തിൽ വിശുദ്ധിയോടും ദൈവഭയത്തോടും ദൈവകൽപ്പനയോടും കൂടി ഈ ജനം ദൈവത്തെ സേവിച്ചു. പുറകാലെ ദൈവഭയമില്ലാതെ ദൈവകൽപ്പന ലംഘിച്ചു തങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ ആലയത്തെ നെബൂഖദ്നേസറിന്റെ കരത്തിൽ ഏൽപ്പിച്ചു. ആ ആലയത്തെ നശിപ്പിച്ചു കളഞ്ഞു. പുരോഹിതന്മാർ ഇനി അവിടെ നിന്ന് ശുശ്രൂഷിക്കാത്ത വിധത്തിൽ നാം മുഴുവനുമായി ഉടച്ചു കളഞ്ഞു. അതിനുശേഷം ആ ജനത്തെ ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. വചനം പഠിപ്പിക്കുന്നു 70 വർഷക്കാലം അവർ ബാബിലോണിലെ അടിമത്വത്തിലായിരുന്നു. ബാബിലോണിൽ കിടന്ന് അവർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ദാനിയേൽ എന്ന് പറഞ്ഞ പുരുഷൻ യെരുശലേമിൽ നേരെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസം 3 നേരം പ്രാർത്ഥിക്കും. മാത്രമല്ല ദൈവസഭയിൽ തൻ്റെ പാപവും തൻ്റെ പുരോഹിതന്മാരുടെ പ്രവാചകന്മാരുടെ പിതാക്കന്മാരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് 21 ദിവസം ദൈവസഭയിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അനന്തരമായി വീണ്ടും ദൈവം അവരുടെ നിലവിളി കേട്ടു. അവരെ ദൈവം വീണ്ടും മടക്കി കൊണ്ടുവന്നു. വീണ്ടും അവർക്ക് ഒരു ആലയം പണിയാൻ ദൈവത്തിൻ്റെ പദ്ധതികൾ വീണ്ടും വെളിപ്പെടുത്തി. പേർഷ്യൻ രാജാവായ കോരശിലൂടെ ആലയം പണിയാനുള്ള അനുമതികൾ കൊടുത്തു. അതിനുവേണ്ടിയുള്ള ആ എല്ലാ സാമഗ്രികളും എല്ലാ നന്മകളും അദ്ദേഹത്തിലൂടെ കൽപ്പന മൂലം രേഖാമുഖാന്തരം നൽകപ്പെട്ടു. അങ്ങനെ സെരുബ്ബാബേലിലൂടെ ആലയം പണിതു. രണ്ടാമത്തെ ആലയം പണിതു. യോശുവ പുരോഹിതൻ എല്ലാവരും കൂടി കടന്നു വന്നു. വലിയൊരു ആത്മസന്തോഷത്തിൽ പൊയ്ക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ തന്നെ ജനം ഉച്ചത്തിൽ കരഞ്ഞു. മുമ്പുണ്ടായിരുന്ന ആലയത്തെ കണ്ടവർ, അതിൻ്റെ മഹത്വം കണ്ടവർ ദൈവത്തെ മഹത്വപ്പെടുത്തി നിലവിളിച്ചതായിട്ട് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. അങ്ങനെ ദൈവഭയത്തോടെ വീണ്ടും ആരാധനകളും യാഗങ്ങളും കർമ്മങ്ങളും ദൈവകൽപ്പന പ്രകാരം ആരംഭിച്ചു. നെഹമ്യാവ് എഴുന്നേറ്റ് മതിൽ പണിതു. ഇങ്ങനെ ദൈവഭയത്തോടു കൂടിയ അനുഭവത്തിലേക്ക് രണ്ടാമത്തെ ആലയം പണി കഴിപ്പിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ദൈവ സാന്നിധ്യം ആലയത്തിനകത്തേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഈ ആലയം ഹെരോദാവിൻ്റെ കാലഘട്ടത്തിൽ അതിനെ പുതുക്കി പണിയാനിടയായി. സെരുബ്ബാബേലിലൂടെ പണിയപ്പെട്ട ആലയം ഹെരോദാവിലൂടെ പുതുക്കി പണിത് അതിന് വളരെ അനുഗ്രഹമായ വിധത്തിൽ ക്രമീകരിക്കാനിടയായി. പക്ഷേ ഈ സന്ദർഭത്തിൽ സർവശക്തനായ ദൈവം മനുഷ്യ രൂപത്തിൽ ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ ആലയത്തിലേക്ക് കർത്താവ് കടന്നു വന്നു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പ്രൈസലോ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത്. യേശു കർത്താവ് യെരുശലേം ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ വചനം പഠിപ്പിക്കുന്നു. 13 മുതലുള്ള വചനങ്ങൾ. യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആട്, മാട്, കാളകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണയങ്ങൾ തൂക്കിക്കളഞ്ഞു, മേശകളെ മറച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത്. അഥവാ രണ്ടാമത്തെ ആലയം യേശുവിൻ്റെ കാലയളവിലേക്ക് വരുമ്പോൾ അതൊരു വാണിഭശാലയായിരുന്നു. ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞ ദൈവകൽപ്പന കൊണ്ട് ആരാധന ക്രമീകരണങ്ങളുമുള്ള ആലയത്തിനകത്ത് ഒരു കച്ചവട കേന്ദ്രമായി മാറ്റി, ഒരു മാർക്കറ്റാക്കി മാറ്റി, ഒരു ചന്തസ്ഥലമാക്കി മാറ്റി. ദൈവഭയം മാറി അവിടെ ലാഭമുണ്ടാക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, യേശു കർത്താവ് ഹല്ലേലൂയ അവിടെ ചമ്മട്ടി ഉണ്ടാക്കി അവരെ എല്ലാവരും പുറത്താക്കിയെന്ന്, എല്ലാം മറച്ചെള്ളിയിട്ട് എല്ലാം ഹല്ലേലൂയ പുറത്താക്കി, എല്ലാവരും പുറത്താക്കിയിട്ട് വിളിച്ചു പറഞ്ഞത്
എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. ദൈവനാമത്തിൽ പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൽ കാണപ്പെടുന്ന അനുഭവങ്ങൾ. ഒന്നാമത്തെ ആലയം അവർ ദൈവഭക്തിയോടെ ശലോമോനിലൂടെ ആരംഭിച്ച ആലയം ദൈവമഹത്വത്തോടെ അവർ മുന്നോട്ട് വന്നു. പക്ഷെ തിരുവെടുത്ത് പഠിപ്പിക്കുന്നു, അനന്തരമായിട്ട് ദൈവകൽപ്പന ലംഘിച്ചതുകൊണ്ട് ഒന്നാമത്തെ ആലയത്തെ ദൈവം കൈവിട്ടു. അതിന് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയത് കൊണ്ട് കർത്താവ് അതിന് ബാബിലോണിലെ നെബൂഖദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒന്നാമത്തെ ആലയത്തെ തകർത്തു, ജനത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. രണ്ടാമത്തെ ആലയം സെരുബ്ബാബേലിലൂടെ പണിതു. അത് വലിയൊരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് കയറി വന്നു. വീണ്ടും യെശുവിൻ്റെ കാലയളവിലേക്ക് എത്തുമ്പോൾ ആ ആലയം വീണ്ടും വാണിഭശാലയായി മാറി, കള്ളന്മാരുടെ ഗുഹയായി മാറി. വചനം പഠിപ്പിക്കുന്നു, അതിനകത്ത് കച്ചവട ചരക്കുകൾ കൊണ്ട് നിറച്ചു. ദൈവഭയമില്ലാതെ ആയിപ്പോയി. പുരോഹിതന്മാർ ലാഭമുണ്ടാക്കുന്ന, മൂപ്പന്മാർ ലാഭമുണ്ടാക്കുന്ന ഒരു വലിയൊരു വാണിഭശാലയാക്കി, ബിസിനസ്സുകാരുടെ കേന്ദ്രമാക്കി തീർത്തു ആലയത്തെ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, എൻ്റെ ആലയം പ്രാർത്ഥനയാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു. ഇവിടെ കർത്താവ് പറയുന്നത്, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനയാലയം എന്ന് വിളിക്കപ്പെടും. ആലയം വിളിക്കപ്പെടേണ്ടത് പ്രാർത്ഥനയാലയമായിട്ട്, ദൈവത്തെ പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് അപേക്ഷിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ആലയമാണ് യെരുശലേം ദേവാലയം ജനത്തിന് വേണ്ടി കൊടുത്തത്. ശലോമോനോട് പറഞ്ഞ്, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും, എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കും, എൻ്റെ ഹൃദയം എൻ്റെ കണ്ണും എപ്പോഴും തുറന്നു വരികയും ഞാൻ അവരുടെ പ്രാർത്ഥനകൾ കേട്ട് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ഈ പ്രാർത്ഥന ആലയത്തെ ഇവിടെ മത്തായിയിൽ പറയുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ഒരു കൂട്ടർക്ക് നേരെ യേശു വിരൽ ചൂണ്ടിയിട്ട് പറയുക, നിങ്ങളാണ് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയത്. ആരാണ് നിങ്ങൾ? അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ, അവിടെ ഉണ്ടായിരുന്ന മൂപ്പന്മാർ, അവിടെ ഉണ്ടായിരുന്ന ന്യായശാസ്ത്രിമാർ, അവിടെ ഇരുന്ന പരീശന്മാർ, സദൂക്യര്. ആ യേശു കർത്താവ് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയെന്നാണ്. ഈ കാലഘട്ടത്തിലും ദൈവത്തെ ആരാധിക്കേണ്ട ആലയം, ദൈവത്തെ പ്രാർത്ഥിക്കേണ്ട ആലയം, ദൈവത്തെ അല്ലെങ്കിൽ മഹത്വപ്പെടുത്തേണ്ട ആലയം അത് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആരാ അങ്ങനെ മാറ്റുന്നത്? ഈ കാലഘട്ടത്തിലെ പുരോഹിതന്മാർ, ഈ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ, ഈ കാലഘട്ടത്തിൽ ദൈവസരിയിൽ നിൽക്കുന്നവരെന്ന് പറയുന്നവരെ തന്നെ അതിനെ വാണിഭശാലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ആലയങ്ങൾ വിശുദ്ധ ആലയങ്ങൾ ബിസിനസ് കേന്ദ്രമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. വരുമാനത്തിന് വേണ്ടി കണ്ടെത്തുന്ന മാർഗങ്ങൾ ആക്കി മാറ്റി തീർത്തു. ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയെന്ന. വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:45-46 വചനത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 45-46 വചനങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്നു വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി, എൻ്റെ ആലയം പ്രാർത്ഥനയാലയമാകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ആരാ ഈ കാലഘട്ടത്തിലും കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി തീർത്തുകൊണ്ടിരിക്കുന്നത്? ആലയം എന്തിനു വേണ്ടിയുള്ളതാണ്? ആലയം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളതാണ്. ദൈവത്തോട് ബന്ധപ്പെടുവാൻ, ദൈവത്തെ ആരാധിപ്പാനുള്ള ഇടം അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയും തീർത്തു. വചനം പഠിപ്പിക്കുന്നു, അവരെല്ലാം ദൈവം പുറത്താക്കി. ഈ ദിവസങ്ങൾ പുറത്താക്കേണ്ടതിന് നാം പുറത്താക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ പുറത്താക്കപ്പെടേണ്ട കാര്യങ്ങൾ, സഭയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടതുണ്ട്.
മാത്രമല്ല വചനം പഠിപ്പിക്കുന്നു, കർത്താവ് അവരെ പുറത്താക്കിയത്. ഈ നാളുകൾ ദൈവം പുറത്താക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ടു ദൈവത്തെ ആരാധിക്കേണ്ട ആലയത്തിൽ, ദൈവത്തെ പ്രാർത്ഥിക്കേണ്ട ആലയത്തിൽ മാനസാന്തരത്തോടെ മടങ്ങി വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവ് 23-ാം അധ്യായത്തിൽ 24-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന അവസാനം യേശു കർത്താവ് യെരുശലേമിലേക്ക് വരുന്നു. യെരുശലേമിലേക്ക് വന്നിട്ട് യെരുശലേമിനെ നോക്കി കരഞ്ഞു. യെരുശലേമിനെ നോക്കി കരഞ്ഞിട്ട് പറയുകയാണ്, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരുന്നവരെ കല്ലെറിയുകയും ചെയ്തവള്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തു കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നോ നിങ്ങൾ പറയുവോളോ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞു. അഥവാ ഒന്നാമത്തെ ആലയത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയി. ഇവിടെ പ്രവൃത്തി ദോഷം കൊണ്ടുപോയി ആ ആലയത്തെ ദൈവം നെബൂഖദ്നേസറിന്റെ കരത്തിൽ കൊടുത്ത് തകർത്തു. ഇവരെ പ്രവാസത്തിലേക്ക് വിട്ടു. രണ്ടാമത്തെ ആലയമായ പണി കഴിപ്പിച്ച ആലയം, ഹേരോദാവ് പുതുക്കപ്പെടുന്ന ആലയത്തിൽ യേശു വന്നു. ഇപ്പോൾ കർത്താവ് പറയുന്നു, ഞാനും ഈ ആലയത്തെ വിട്ടു പോകുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കുക. യോഹന്നാനിൽ പറയുന്നു, നിങ്ങളെ കണ്ടെത്തില്ല എന്ന്. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ആലയം വിട്ട് കർത്താവ് പോകുന്ന സമയം കർത്താവിൻ്റെ ശിഷ്യന്മാർ 24-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ കാണുന്നു. ആലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ വന്നു അവന് ദേവാലയത്തിലെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലുമേൽ കല്ല് ഇവിടെ ശേഷിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി ഈ ആലയത്തെ കർത്താവ് പറഞ്ഞ് ഇത് ഇടിഞ്ഞു പോകും. കല്ലുമേൽ കല്ല് ശേഷിക്കാത്ത വിധത്തിൽ ഇടിച്ചു കളയും. അങ്ങനെ തീത്തോസ് കൈസറിൻ്റെ കാലഘട്ടത്തിൽ AD 70 യെരുശലേം ദേവാലയം പിടിക്കപ്പെട്ടു. അവിടുത്തെ പുരോഹിതന്മാരെ വാളുകൊണ്ട് കൊന്നു. അവരെ കുടൽമാലകൾ വരെ പുറത്തെടുത്തു. ആലയത്തെ ആന കൊണ്ട് വെച്ച് ഉഴുതു മറിച്ച് അടിസ്ഥാനം വരെയും തീ വെച്ച് ചുട്ടുകളഞ്ഞു. യഹൂദ ജനം ലോക രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോകേണ്ടി വന്നു. എന്തിനേറെ നമ്മുടെ കേരളത്തിൽ വരെ വന്ന് അവർ അഭയം പ്രാപിക്കേണ്ടി വന്നു. അവർക്കൊരു സ്വസ്ഥത ഒരിടത്തെയും കിട്ടിയില്ല, ഒരിടത്തെയും ഒരു അഭയസ്ഥലം കിട്ടിയില്ല. അവർ പോയെടുത്ത് എല്ലാം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എത്ര യഹൂദന്മാർ അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറിൽ അടച്ചിട്ട് വിഷവാതകങ്ങളെ കടത്തിവിട്ട് കൊന്നുകളഞ്ഞു. എത്രയേറെ കൊന്നുകളഞ്ഞ് അവരുടെ അസ്ഥികൾ, എല്ലുകൾ എടുത്ത് അതിനെ വളമാക്കി തീർത്തു. മാത്രമല്ല യിരെമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞ്, നിങ്ങളെ കുടിച്ചിടാൻ ആരും കാണത്തില്ല, നിങ്ങൾ വളമായി തീരുമെന്ന്. പക്ഷേ വചനം നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഇസ്രായേൽ ജനം യെരുശലേം വിട്ട് ചിതറിപ്പോയപ്പോൾ കടന്നു വന്ന രാജാക്കന്മാരെല്ലാം, ചക്രവർത്തിമാർ ഇവരെ ഒത്തിരി നശിപ്പിച്ചു. ഹല്ലേലൂയ. ഇവിടെ മാംസങ്ങൾ എടുത്ത് ഉരുക്കി അതിനെ സോപ്പുകൾ ഉണ്ടാക്കി വിൽക്കുവാൻ തുടങ്ങി. തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യിരെമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് 8-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, തങ്ങൾ സ്നേഹിച്ചതും സേവിച്ചതും പിൻചെന്ന് അന്വേഷിച്ചതും നമസ്കരിച്ചതുമായ സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും മുമ്പാകെ അവയെ നിരത്തി വയ്ക്കും. ആരും അവയെ പൊറുക്കിക്കൂട്ടുകയോ കുഴിച്ചിടുകയോ ചെയ്യുകയില്ല. അവ നിലത്തിന് വളമായി തീരും എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ദൈവ വഴി വിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ജനം ദൈവത്തെ വിട്ട് മാറിയപ്പോൾ അവരെ മുഴുവനുമായി നശിപ്പിച്ചു. വചനം പഠിപ്പിക്കുന്ന ആ കാലത്ത് 8-1 യിരെമ്യാവ്, ആ കാലത്ത് അവന് യഹൂദ രാജാക്കന്മാരുടെ അസ്ഥികളെയും പ്രഭുക്കന്മാരുടെ അസ്ഥികളെയും പുരോഹിതന്മാരുടെ അസ്ഥികളെയും പ്രവാചകന്മാരുടെ അസ്ഥികളെയും യെരുശലേം നിവാസികളുടെ അസ്ഥികളെയും ശവക്കുഴിയിൽ നിന്ന് എടുത്ത് വചനം പഠിപ്പിക്കുന്നത് 2-ാമത്തെ വാക്യം, തങ്ങൾ സ്നേഹിച്ചതും സേവിച്ചതും പിൻചെന്ന് അന്വേഷിച്ചതും നമസ്കരിച്ചതുമായ സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ സർവ്വസൈന്യത്തിനു മുമ്പാകെ അവയെ നിരത്തി വയ്ക്കും.
ആരും അവയെ പുറക്കി കൂട്ടുകയോ കുഴിച്ചിടുകയോ ചെയ്യില്ല. അവ നിലത്തിനോ വളമായി തീരുമെന്ന്. ഇസ്രായേൽ ജനം, യഹൂദ ജനം, പുരോഹിതന്മാർ, രാജാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ അസ്ഥികളെല്ലാം വളമാക്കി തീർത്തു. അതുപോലെ തന്നെ AD 70 ആലയം വിട്ട് ആലയം തകർത്തു തീത്തോസ് കൈസർ. അതിനുശേഷം നീറോ ചക്രവർത്തികൾ കടന്നു വന്നു. നമുക്കറിയാം, യഹൂദന്മാരെ മൂച്ചൂട് മുടിച്ചു കളഞ്ഞു, തകർത്ത് കളഞ്ഞു. അവര് എല്ലുകളെ എടുത്ത് വളമാക്കി തീർത്തു. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യഹൂദന്മാര് ചിതറിപ്പോയി. ആലയം പിടിക്കപ്പെട്ടു, ആലയം നശിപ്പിക്കപ്പെട്ടു. കാരണം എന്താ? കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനയാലയമെന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ദൈവത്തെ പ്രാർത്ഥിക്കേണ്ട ആലയം, ദൈവത്തെ സ്തുതിക്കേണ്ട ആലയം, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ആലയത്തെ ദൈവത്തെ മറന്ന് ജനം ദൈവത്തെ വിട്ട് അകന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ദൈവം ആലയത്തെ ഉപേക്ഷിച്ചു. ഇന്ന് വചനം പഠിപ്പിക്കുന്നു, അവിടെ ആലയമില്ല. അപ്പോൾ ഒന്നാമത്തെ ആലയം നെബൂഖദ്നേസർ പിടിച്ചു, അതിനെ തകർത്തു. കാരണം അത് കള്ളന്മാരുടെ ഗുഹയായി മാറിയപ്പോൾ, പ്രാർത്ഥനകളില്ലാത്തത് വന്നപ്പോൾ. രണ്ടാമത്തെ ആലയം പ്രാർത്ഥനയില്ലാതെ ബിസിനസ് ആ വാണിഭശാലയാക്കി, അതിനെയും കർത്താവ് തകർക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഈ സമയത്തെല്ലാം യഹൂദന്മാർ പ്രവാസത്തിലേക്ക് പിടിക്കപ്പെട്ടും നാശത്തിലേക്കും പൊയ്ക്കൊണ്ടിരുന്നു. അടുത്ത ഹല്ലേലൂയ മൂന്നാമത്തെ ആലയം ദൈവപുരുഷനായ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അതിൽ നമുക്ക് 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവന് ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഇവിടെ വചനം പഠിപ്പിച്ച മൂന്നാമത്തെ ആലയം അത് നമ്മുടെ ശരീരമാകുന്ന ആലയമാണ്. അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മേൽ വസിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കരുത്. ഈ ശരീരത്തെ മ്ലേച്ഛതകൾക്കും ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ദൈവവചനത്തേക്ക് അനുസരിക്കാതെ അയോഗ്യമായി നാം ജീവിക്കരുത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ മന്ദിരമായ ഈ ആലയത്തെ നമ്മൾ നശിപ്പിക്കുന്നതാണ്. വചനം പറയും, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ചിലർ ചോദിക്കും, ശരീരത്തിന് എന്താണ് പ്രാധാന്യത? ഈ ശരീരം സ്വർഗത്തിൽ പോകുന്നതല്ലല്ലോ, ഇതിവിടെ മണ്ണോട് ഇടുകിച്ചേർന്നല്ലേ? ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഓരോ ദൈവമൈതലിൻ്റെ ശരീരം അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ്. ദൈവജനം പഠിപ്പിക്കുന്നു, ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ആലയം കള്ളന്മാരുടെ ഗുഹയായപ്പോൾ അത് പിടിക്കപ്പെട്ടു, തകർത്ത് കളഞ്ഞു. രണ്ടാമത് നിലവിളിച്ച് കരഞ്ഞു വന്ന രണ്ടാമത്തെ ആലയം പണിതു, അതും കള്ളന്മാരുടെ ഗുഹയാക്കി അവരെ വാണിഭശാലയാക്കി മാറ്റിയപ്പോൾ അതിനെയും തകർത്ത് കളഞ്ഞു, അതിനെ ഉപേക്ഷിച്ചു ദൈവം, ആലയം വിട്ടുപോയി. മൂന്നാമത്തെ ആലയം ഞാനും നിങ്ങളുമാണ്. ഈ ആലയം വിശുദ്ധമായി സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു. ദൈവഭയത്തോടെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങളെ കാഴ്ചകൊണ്ട് വിശുദ്ധിയോടോ വേർപാടോടോ ദൈവവചനപ്രകാരം നിന്നില്ലെങ്കിൽ ഈ ആലയത്തെയും ദൈവം ഉപേക്ഷിക്കും. ആ 2 ആലയത്തെ ഉപേക്ഷിച്ച ദൈവം ഈ ആലയത്തെ ഉപേക്ഷിക്കും. ആയതിനാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കുക. തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് പോലെ എന്തുകൊണ്ട് ആലയങ്ങൾ കള്ളന്മാരുടെ ഗുഹയായി മാറി? വചനം യേശു പറഞ്ഞുണ്ടോ, എൻ്റെ ആലയം സകല ജാതികൾക്ക് പ്രാർത്ഥനയാലയമെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ ആലയത്തിൽ പ്രാർത്ഥനയില്ല. പ്രാർത്ഥന നടക്കേണ്ട ആലയത്തിൽ പ്രാർത്ഥനയില്ല. ഒന്നാമത്തെ ആലയത്തിലെ പ്രാർത്ഥനകൾ കുറഞ്ഞപ്പോൾ കള്ളന്മാരുടെ കേന്ദ്രമായി മാറി, ഗുഹയായി മാറി, അവരുടെ കേന്ദ്രം വസിക്കുന്നിടം. രണ്ടാമത്തെ ആലയത്തിലും പ്രാർത്ഥനയില്ല, ബിസിനസ്സുകളും അതിന് തക്കതായ കാര്യങ്ങളും മാത്രമായിരിക്കുന്നു. മൂന്നാമത്തെ ആലയമാകുന്ന നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല എങ്കിൽ അത് കള്ളന്മാരുടെ ഗുഹയാണ്. വചനം പഠിപ്പിക്കും, ആർപ്പാനും മുടിക്കാനും അല്ലാതെ കള്ളം വരുന്നില്ല. സാത്താന് അവൻ്റെ ആധിപത്യം പുലർത്തുന്ന ഇടമായി മാറും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ,
നിന്റെ ആലയം അത് പ്രാർത്ഥനയാലയമാണോ? ആലയത്തിൽ പ്രാർത്ഥനയുണ്ടോ? നീ ആലയത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? നിന്റെ ഹല്ലേലൂയ ഭവനത്തിൽ പ്രാർത്ഥനയുണ്ടോ? അത് ഭവനം കള്ളന്മാരുടെ ഗുഹയായി മാറിയിരിക്കുന്നു. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? നിന്റെ ശരീരം കള്ളന്മാരുടെ ഗുഹയായിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായിരിക്കുന്നു. ഹല്ലേലൂയ. 1ഉം 2ഉം ആലയത്തെ ഉപേക്ഷിച്ച ദൈവം നിന്നെ ഉപേക്ഷിക്കാതിരിക്കാൻ നിന്റെ ശരീരമാകുന്ന ആലയത്തെ വിശുദ്ധമായി സൂക്ഷിച്ച് പ്രാർത്ഥനയോടെ ഇടപെടാതെ പ്രാർത്ഥിച്ച് ദൈവഭക്തിയോടെ ഇരുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചിരിക്കും. ദൈവം എന്നെ നിങ്ങളെ കൈവിടത്തില്ല. അങ്ങനെ ദൈവവചനം പഠിപ്പിക്കുന്നു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനയാലയമെന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റുക. കള്ളന്മാരുടെ ഗുഹയാക്കി നമ്മുടെ ശരീരത്തെ മാറ്റിയത് ആരാണ്? അത് ഞാനും നിങ്ങളും തന്നെയാണ്. നമ്മുടെ ജീവിത പ്രവൃത്തികൾ, നമ്മുടെ സ്വഭാവങ്ങൾ തന്നെയാണ്. നാം ആരാധിക്കുന്ന ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയത് ആരാണ്? അതിനകത്ത് ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ തന്നെ. ഹല്ലേലൂയ. പുരോഹിതന്മാര്, വിശ്വാസികള് ഈ ദിവസങ്ങളിൽ വചനം കേട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. ആലയത്തിനകത്ത് പ്രാർത്ഥനകൾ വെളിപ്പെടണം. ഒരു കാലത്തിൽ നമ്മുടെ ആലയങ്ങൾ പ്രാർത്ഥനപ്പുരകൾ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഇന്ന് പലവിധമായ പേരുകൾ, ഫാഷൻ പേരുകൾ അറിയപ്പെടുന്നു. പക്ഷെ ആലയത്തിനകത്ത് പ്രാർത്ഥനയില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആലയങ്ങൾ, ചർച്ചകൾ കള്ളന്മാരുടെ ഗുഹയായി, വാണിഭശാലയായി, വിഗ്രഹ ആരാധനകൾ കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, ദൈവഭയമില്ലാതെ, ദൈവം ഞങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോർക്കും ദുഷ്പ്രവൃത്തികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനത്തെ ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അടുക്കുവാൻ ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വചന ശുശ്രൂഷയെ നിന്ന് വിരമിക്കുന്ന കർത്താവ് ഏവരെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.